നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളം അടക്കമുള്ള ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിച്ചിരിക്കുകയാണ്. ബീഹാറിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചില ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ അടുത്ത ഏപ്രിൽ മാസത്തോടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അതിശക്തമായ നീക്കങ്ങളുമായി മുന്നണികളെല്ലാം രാഷ്ട്രീയ ഗോതയിൽ സജീവമായി കഴിഞ്ഞു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ എന്നവണ്ണം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2 ഘട്ടങ്ങളിലായി നടക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ആദ്യഘട്ടം ഡിസംബർ 9-നും രണ്ടാം ഘട്ടം ഡിസംബർ 11-നും വോട്ടെണ്ണൽ ഡിസംബർ 13-നും നടക്കുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന പ്രഖ്യാപനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലും വോട്ടെടുപ്പ് നടക്കും. തിരഞ്ഞെടുപ്പ് സംബന്ധമായി മുന്നണികൾ പാലിക്കേണ്ട മാതൃകാ പെരുമാറ്റ ചട്ടങ്ങളും പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ജാതിയുടെയോ മതത്തിന്റെയോ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കരുതെന്നും ഔദ്യോഗികമായ സ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നുമുള്ള നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ പ്രഥമമായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ വികസനത്തിൻ്റെയോ ഭരണപരമായ ജയപരാജയങ്ങളുടെയോ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് നിർദ്ദേശിക്കാനുള്ള ധാർമ്മിക ബോധം കേരളത്തിലെ മുന്നണികൾക്ക് മുൻപ് തന്നെ കൈമോശം വന്നിരിക്കുന്നു എന്നതാണ് സത്യം. തൃക്കാക്കരയിലും നിലമ്പൂരിലുമൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മുന്നണികൾ എടുത്തുപയോഗിച്ച ഏറ്റവും വലിയ പ്രചരണ തന്ത്രം തന്നെ ജാതിമത സമവാക്യങ്ങളായിരുന്നു. ഏതായാലും പെരുമാറ്റച്ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടായാൽ അത് സമയബന്ധിതമായി പരിഹരിക്കാൻ ജില്ലാ തലത്തിൽ സമിതിയെ നിയോഗിക്കുമെന്നും മാധ്യമങ്ങൾക്കും കൃത്യമായ ഇലക്ഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കുമെന്നും കമ്മീഷൻ പ്രസ്താവിച്ചു. പ്രശ്നബാധിത ബൂത്തുകളിൽ അധിക സുരക്ഷയും ഓരോ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും ഉണ്ടായിരിക്കും. നവംബർ 14-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും. ഈ മാസം 21-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുവാനുള്ള സാവകാശമുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണ യജ്ഞം വോട്ടർമാർക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യം പരിഗണിച്ചുകൊണ്ട് കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരുടെ ഡ്യൂട്ടി പ്രശ്നം പരിഹരിച്ചുവെന്നും അതുകൊണ്ട് SIR സംബന്ധമായ ആശങ്കകളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭയൊഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1990 കാലം മുതൽ തെരഞ്ഞെടുപ്പ് സംബന്ധമായ നിയമ വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മട്ടന്നൂർ നഗരസഭയിൽ 2022-ലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനാൽ 2027-ലായിരിക്കും ഇനി അവിടുത്തെ അടുത്ത തെരഞ്ഞെടുപ്പ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിൽ നിന്നും മട്ടന്നൂരിന് ഒഴിവുണ്ടായിരിക്കുകയില്ല. ത്രിതല പഞ്ചായത്തുകളിൽ ഇത്തവണ നടക്കുന്നത് ആകെ 23,576 വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാനത്താകെ 33,746 പോളിംഗ് സ്റ്റേഷനുകളും 1,37,922 ബാലറ്റ് യൂണിറ്റുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സേവനത്തിനായി 1,249 റിട്ടേണിംഗ് ഓഫീസർമാരും 50,691 കൺട്രോൾ യൂണിറ്റുകളും 70,000 പോലീസ് ഉദ്യോഗസ്ഥന്മാരും തെരഞ്ഞെടുപ്പ് സേവനത്തിന് രംഗത്തുണ്ടാകും. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് ചോരി ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ശക്തമായി നിലനിൽക്കുന്നതിനാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ദുരുപയോഗം തടയാൻ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളും കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. മുന്നണികൾ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രങ്ങളും അടവ് നയങ്ങളുമായി കളത്തിൽ വ്യാപരിച്ചു തുടങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ അംഗപ്പുറപ്പാടിന്റെ ആരവം കേൾപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിലവിലുള്ള 6 കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശൂർ, കൊല്ലം എന്നീ 5ഇടത്തും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. കണ്ണൂർ മാത്രമാണ് UDFനുള്ളത്. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11ഇടത്ത് ഇടതർ ഭരിക്കുമ്പോൾ 3 ജില്ലാ പഞ്ചായത്തുകൾ മാത്രമാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടക്കമുള്ള 87 നഗരസഭകളിൽ 44ഇടത്ത് LDFും 41ഇടത്ത് UDFും 2ഇടങ്ങളിൽ BJPയുമാണ് ഭരിക്കുന്നത്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ യഥാക്രമം LDF 113ഉം
UDF 38 എന്നിങ്ങനെയാണ് ഭരണം. ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് UDF ഭരണമുള്ളത്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 571 ഇടത്ത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ 351 ഇടത്ത് മാത്രമാണ് UDF ഭരണമുള്ളത്. BJP ഭരിക്കുന്നതാകട്ടെ 12 പഞ്ചായത്തുകളിലാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ ഭരണത്തിന്റെ നില ഇങ്ങനെയാണ്. കഴിഞ്ഞ 10 കൊല്ലത്തെ ഇടത് സർക്കാരിന്റെ ഭരണം കേരളത്തിന് സമ്മാനിച്ചിട്ടുള്ളത് കടുത്ത അരക്ഷിതാവസ്ഥയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് സ്വജനപക്ഷപാതത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും സ്വർണ്ണക്കടത്തിന്റെയും സ്വർണ്ണക്കൊള്ളയുടെയും ആരോഗ്യരംഗത്തെ കനത്ത പരാജയത്തിന്റെയും എല്ലാം കരിനിഴഞ്ഞു നിൽക്കുന്ന LDF ഒരിക്കൽ കൂടി കേരളത്തിലെ ഭരണത്തിലേക്ക് വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതൊന്നും സമ്മതിച്ചു തരാൻ മനസ്സില്ലാതെ എങ്ങനെയും വീണ്ടും അധികാരത്തിൽ വരാൻ ഓഫറുകൾ പ്രഖ്യാപിച്ചും പെൻഷൻ കൂട്ടിയും സമ്മാനപ്പതികൾ വിതരണം ചെയ്തും ഇടതുപാളയം ശക്തമായ നീക്കങ്ങളുമായി മുന്നേറുകയാണ്. മറുവശത്ത് ശക്തമായ നീക്കങ്ങളുമായി മുന്നേറുന്ന UDF തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയം തന്നെ നേടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ മുൻ വർഷങ്ങളിലേതിനേക്കാൾ ശക്തമായ മുന്നേറ്റവുമായി BJP രംഗത്തിറങ്ങുകയും മുന്നേറ്റം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഏതുവിധേനയും അധികാരത്തിലെത്താൻ കോൺഗ്രസും അധികാരം നിലനിർത്താൻ LDFും ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ ശക്തമായ വോട്ട് ബാങ്കായ ഇസ്ലാമിക സമൂഹത്തെ ഏതുവിധേനയും പ്രീണിപ്പിച്ച് കൂടെ നിർത്തുക എന്നുള്ളത്. ആ കാര്യത്തിൽ LDFും UDFും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. പാലസ്തീനിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞ് പണി വാങ്ങുന്ന ഹമാസ് എന്ന അങ്ങേയറ്റം വൃത്തികെട്ട അധമക്കൂട്ടത്തെ പോരാളികളെന്നും സ്വാതന്ത്ര്യ സമര സേനാനികളെന്നൊക്കെ വിളിച്ച് ആചാരവെടി പൊട്ടിക്കുമ്പോഴെല്ലാം ഈ രണ്ട് മുന്നണികൾക്കും ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: വല്ല വിധേനയും ഇസ്ലാമിക സമൂഹത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തി അവരുടെ വോട്ട് മുഴുവൻ തട്ടുക. LDFന്റെയും UDFന്റെയും സ്നേഹം വെറും കാര്യസാധ്യത്തിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ പോകുന്ന വിവേകമില്ലാത്ത കിട്ടിയ സമയത്ത് അധികാരം കൈയാളി നേട്ടമുണ്ടാക്കുവാൻ രംഗത്തിറങ്ങുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ കളങ്കിതരുടെയും തീവ്രവാദ സ്വഭാവമുള്ളവരുടെയും വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഈ രണ്ട് മുന്നണികൾക്കും ഇല്ല എന്നതാണ് സത്യം. ഏറ്റവും ഒടുവിൽ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തീവ്രവാദ സ്വഭാവമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിയായിരുന്നു കോൺഗ്രസ് ജയിച്ചത്. ലീഗുമായോ ഇസ്ലാമിക പാർട്ടികളുമായോ ഒന്നും സഹകരിക്കാതെ തികഞ്ഞ മതേതരവാദിയായി ജയിച്ച ചരിത്രമുള്ള ആര്യാടൻ മുഹമ്മദിന്റെ പുത്രനായ ഷൗക്കത്ത് മത്സരിക്കുമ്പോഴായിരുന്നു ഏതുവിധേനയും വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്വീകരിക്കാനുള്ള താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല, നല്ല പിള്ളകളാണെന്ന ക്ലീൻ ചിറ്റുമായി VD സതീശൻ രംഗത്തിറങ്ങിയത്. ലോകത്തിലെ രാഷ്ട്രങ്ങളിലെല്ലാം മതേതര മുഖംമൂടി അണിഞ്ഞുകൊണ്ട് നിന്ന തീവ്ര ഇസ്ലാമികതയും വർഗീയതയും പടച്ചുവിടുന്ന ഒരേ ഒരു പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയുടെയും രാഷ്ട്രീയ മുഖമാണ് വെൽഫെയർ പാർട്ടി. അതേ താല്പര്യത്തോടെ ഇപ്പോൾ കളത്തിലിറങ്ങിയ സതീശൻ വീണ്ടും ഒരു മുഴം മുൻപേ വെൽഫെയറുകൾക്കായി ചൂണ്ടക്കുരുക്കെറിഞ്ഞിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് മുൻപ് വെൽഫെയർ പാർട്ടിയുമായി പരസ്യ ധാരണയ്ക്കില്ല എന്ന് UDF ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാർട്ടി നയം തിരുത്തിക്കൊണ്ട് സതീശൻ ഭീകരവാന്തവത്തിന് കളമൊരുക്കിയത്. മദനിയുടെ തീവ്ര ഇസ്ലാമിക പാർട്ടിയായ PDPയുടെ വോട്ട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് CPM ഇക്കാലം അത്രയും തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പത്തനംതിട്ട ജില്ലയിലെ കൊട്ടാങ്ങൽ പഞ്ചായത്ത് CPM ഭരിക്കുന്നത് നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ SDP-യുമായി കൂട്ടിച്ചേർന്നാണ്. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലെ മുനിസിപ്പാലിറ്റി നിലനിർത്താനും CPM കക്ഷി ചേർന്നിരിക്കുന്നതും ഇതേ SDP-യുമായിട്ടാണ്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് അതിശക്തമായ ചില നീക്കങ്ങളുമായി SDP-ഐ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. സമാധാനപരമായ സാമൂഹിക അന്തരീക്ഷത്തിന് തുരങ്കം വെച്ചുകൊണ്ട് മനഃപൂർവ്വമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കലാപം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിൻ്റെ തൊഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഹൈജാക്ക് ചെയ്യാനുള്ള നിഗൂഢമായ നീക്കങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ പള്ളുരുത്തി സെന്റ് റീത്താസിലും ഇത് തന്നെയാണ് കണ്ടത്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മുന്നണികൾ ഇത്തരം തീവ്ര ഇസ്ലാമിക ശക്തികളോട് കൂട്ടുകൂടുമ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മുന്നണികളുടെ നന്ദി പ്രകാശനത്തിൽ നശിച്ചില്ലാതാകുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹമാണ്.
ക്രൈസ്തവരുടെ കേരളത്തിലെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിൽ തീവ്ര ഇസ്ലാമിക ലക്ഷ്യങ്ങളുമായി നിലകൊള്ളുന്ന പാർട്ടികളുമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ബാന്ധവം കൂടുന്ന പാർട്ടികൾ ആരായാലും അവരെ അകറ്റി നിർത്തിയില്ല എങ്കിൽ വരാനിരിക്കുന്ന വിപത്തുകൾ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളുക. കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഇന്ത്യയിൽ പലയിടത്തും ഭീകരാക്രമണങ്ങളും സ്ഫോടനങ്ങളും നടത്തുവാനുള്ള അതിശക്തമായ നീക്കങ്ങളുമായി ഇസ്ലാമിക തീവ്രവാദികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ കാവലാളുകളായി നിൽക്കുന്ന സൈന്യവും ഭീകരവിരുദ്ധ സേനയും ഇത്തരം ഭീകര നീക്കങ്ങളെ ഒരു മുഴം മുന്നേ കണ്ട് അതിനെ അതിശക്തമായി പ്രതിരോധിച്ചതുകൊണ്ട് പല ഭീകരാക്രമണങ്ങളും നടപ്പിലാകാതെ പോകുകയും ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും പിന്നെ ഇന്ത്യയെ സദാ ലാക്കാക്കി ഭീകര നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെയും പിന്നെ അസൽ ഭീകര രാഷ്ട്രമായ പാകിസ്ഥാന്റെയും ശക്തമായ പിന്തുണയോടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ നിരവധി തീവ്രവാദികളെ ഉദ്യമങ്ങൾക്ക് തൊട്ടുമുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടുകയും ചെയ്തു. എന്നാൽ ദില്ലിയിലെ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം കാറിനുള്ളിൽ ഉഗ്ര സ്ഫോടനം നടന്നത് രാജ്യത്ത് ഞെട്ടലുണ്ടാക്കി. പഹൽഗാമിൽ പാക് തീവ്രവാദികൾ നടത്തിയ അതിക്രൂരമായ ആക്രമണം ഇന്ത്യക്കുണ്ടാക്കിയത് വലിയ ഞെട്ടലും കനത്ത നഷ്ടവുമായിരുന്നു. എന്നാൽ ഭീകരവാദികളുടെ ഭീഷണികൾ കണ്ടിട്ട് വായും പൂട്ടി ഭയന്നിരിക്കാതെ പാകിസ്ഥാനിൽ അവരുടെ താവളത്തിൽ കയറി അടിച്ച് തരിപ്പണമാക്കി കൃത്യമായ തിരിച്ചടി കൊടുത്ത ഇന്ത്യ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തിന്റെ വാതിൽപ്പാളി വരെ തകർത്തെറിഞ്ഞു. തങ്ങളോട് ഇനി ഉടക്കാൻ വരരുതെന്നും വന്നാൽ ഉടച്ച് ധൂളിയാക്കുമെന്നുമുള്ള ശക്തമായ താക്കീതാണ് പാകിസ്ഥാൻ നൽകിയത്. പാകിസ്ഥാൻ അത് ഉചിതമാവണ്ണം ബോധിക്കുകയും ചെയ്തതായിരുന്നു. എന്നാൽ ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും വോക്കിസ്റ്റ് മാധ്യമങ്ങളും പടച്ചുവിട്ട പച്ചക്കള്ളങ്ങളുടെ പിൻബലത്തിൽ ഇന്ത്യയുടെ മേൽ ഇല്ലാത്ത വിജയം ലെവലേശം ഉളുപ്പില്ലാതെ ആഘോഷിച്ച പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ കിട്ടിയ പരാജയത്തിന്റെ ജാള്യത മറയ്ക്കാൻ അടുത്ത മെക്കിട്ട് കയറ്റവുമായി ഇറങ്ങുമെന്ന വിവരം ഇന്ത്യക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഭീരുത്വത്തിന്റെ ആധിക്യത്തിൽ പുറകിൽ നിന്ന് കുത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുമെന്നും ഇന്ത്യക്ക് അറിയാമായിരുന്നു. അത്രമേൽ ജാഗ്രതയോടെ കരിക്കൽ നീക്കിയതുകൊണ്ട് കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ നിരവധി പാകിസ്ഥാൻ ബന്ധമുള്ള ഇസ്ലാമിക തീവ്രവാദികളാണ് മാരകായുധങ്ങളുമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സുരക്ഷാ സേനയുടെ പിടിയിലായത്. എന്നാൽ ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്നതോടെ ചോരക്കൊതിക്ക് താൽക്കാലിക ശമനം കണ്ടെത്തുവാൻ തീവ്രവാദികൾക്ക് കഴിഞ്ഞു എന്നതാണ് സത്യം. ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നേറ്റ കനത്ത ആഘാതത്തിന് പകരം വീട്ടാൻ പാകിസ്ഥാൻ ഏത് തെമ്മാടിത്തരവും കാട്ടിയേക്കാമെന്ന് കരുതിയിരുന്നതിനാൽ അതീവ ജാഗ്രതയോടെ കഴുകൻ കണ്ണുകളുമായി കാത്തുനിന്ന ഇന്ത്യൻ പോലീസും ഭീകരവിരുദ്ധ സേനയും ഭീകരന്മാരുടെ പല പദ്ധതികളും തകർത്ത് തരിപ്പണമാക്കി വിട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ 8ഓളം ഭീകരാക്രമണ പദ്ധതികളാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ തകർത്തത്. ചെങ്കോട്ടയിൽ ഈ സ്ഫോടനം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് നിരോധിത സംഘടനകളുമായി ബന്ധമുള്ള ഒരു അന്തർ സംസ്ഥാന ഭീകര സംഘടനയെ പോലീസ് പിടികൂടിയത്. അവരുടെ പക്കൽ നിന്നും 350 കിലോ ഭാരമുള്ള സ്ഫോടക വസ്തുക്കളും റൈഫിളുകളും പിടികൂടിയെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഈ സ്ഫോടനം നടന്നത്. ഈ സ്ഫോടക വസ്തുക്കളിൽ നിന്നും നിർമ്മിച്ച 100 കണക്കിന് ശക്തിയേറിയ IEDകൾ ഉപയോഗിച്ച് ഡൽഹിയിൽ ആക്രമണം നടത്താൻ ഗൂഢാലോചന നടന്നിരുന്നതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതുകൂടാതെ ഫരീദാബാദിലും ഗുജറാത്തിലും സ്ഫോടക വസ്തുക്കളും മാരക വിഷത്തിന്റെ അസംസ്കൃത പദാർത്ഥങ്ങളുമായി തീവ്രവാദികൾ പിടിയിലായിരുന്നു. അറസ്റ്റിലായവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരിൽ ഭൂരിപക്ഷം പേരും മെഡിക്കൽ ഡോക്ടർമാരായിരുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഫരീദാബാദിൽ ഇസ്ലാമിക ഭീകരനായ ആദിൽ അഹമ്മദ് റാത്തർ, മുസമ്മിൽ ഷക്കീൽ എന്നീ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് 2 വീടുകളിൽ നിന്നായി 2900 കിലോഗ്രാം IED നിർമ്മാണത്തിന് ആവശ്യമായ സ്ഫോടക വസ്തുക്കളും 360 കിലോ അമോണിയം നൈട്രേറ്റുമാണ് കണ്ടെത്തിയത്. കൂടാതെ ഡിറ്റനേറ്ററുകളുടെയും 2 അസോൾട്ടഡ് റൈഫിളുകളുടെയും വെടിയുണ്ടകളുടെ വൻ ശേഖരമാണ് പോലീസ് കണ്ടെത്തിയത്. ഈ ഭീകര റാക്കറ്റിൽ ഉൾപ്പെട്ടതെന്ന് കരുതുന്ന ഒരു വനിതാ ഡോക്ടറും പിടിയിലായി.
ഇവരുടെ സ്വിഫ്റ്റ് കാറിൽ നിന്നുമാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ഇവർ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്ത്യയെ കത്തിക്കാൻ പാകിസ്ഥാന്റെയും അന്താരാഷ്ട്ര ഭീകരന്മാരുടെയും കയ്യിൽ നിന്നും നിർദ്ദേശം സ്വീകരിച്ച് നെഞ്ചിൽ ടെലസ്കോപ്പും തൂക്കിയിറങ്ങിയ പലരുടെയും നേരെ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഇപ്പോൾ വലയെറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യയുടെ മെഡിക്കൽ മേഖല എത്രത്തോളം അരക്ഷിതമായ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന കാര്യം ഗൗരവമായി ചിന്തിക്കേണ്ടത് തന്നെയാണ്. സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഉപയോഗിക്കുന്നതിനോടൊപ്പം മെഡിക്കൽ മേഖലയും ആയുധമായി ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു ആക്രമണ മുറയാണ് തീവ്രവാദികൾ പുറത്തെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ആഹാരത്തിൽ കലർത്തിയോ വായുവിൽ പടർത്തിയോ ജനങ്ങളെ കൂട്ടക്കുരുതി നടത്താനുള്ള വിഷമരുന്ന് വികസിപ്പിക്കുന്നതിനിടയിൽ ഒരു ഡോക്ടറടക്കം 3 പേരാണ് ഗുജറാത്തിൽ അറസ്റ്റിലായത്. റൈസിൻ എന്ന മാരകമായ വിഷം നിർമ്മിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ തുടരുന്നതിനിടയിലാണ് ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ സയ്യിദ്, ആസാദ് സുലൈമാൻ ഷെയ്ഖ്, മുഹമ്മദ് സുഹൈൽ എന്നിവർ പിടിയിലായത്. വമ്പൻ സ്ഫോടക വസ്തുക്കളുടെ ശേഖരവും ഇവരുടെ കൈവശമുണ്ടായിരുന്നു. അതിശക്തമായ ഭീകരാക്രമണമായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. ആവണക്ക് കുരുവിന്റെ എണ്ണ എടുത്ത ശേഷം അതിന്റെ തോടിൽ നിന്നുള്ള ചണ്ടിയിൽ നിന്നും റൈസിൻ എന്ന മാരകമായ വിഷമുണ്ടാക്കാനുള്ള നീക്കമായിരുന്നു ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഈ വിഷത്തെ വാതകമാക്കി വായുവിൽ കലർത്തിയാൽ ആളുകളെ കൂട്ടമായി കൊല്ലാൻ കഴിയുമെന്നതിനാലും ആളുകൾ കൂടാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപയോഗിച്ച് കൂട്ടക്കുരുതി നടത്താൻ കഴിയുമെന്നതിനാലും ഇതിന് പ്രതിവിധി കണ്ടെത്തിയിട്ടില്ലാത്തതിനാലും വൈദ്യശാസ്ത്രം അഭ്യസിച്ച ഭീകരന്മാരെ രംഗത്തിറക്കിക്കൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനാണ് ഭീകരവാദികൾ പദ്ധതിയിട്ടിരുന്നത്. പാകിസ്ഥാന്റെയും ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെയും കൃത്യമായ നിർദ്ദേശവും ഫണ്ടിങ്ങും എല്ലാം ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ ഭീകരവാദികൾ IS-മായി കൂടിയാലോചിച്ച് ലക്നൗ, ഡൽഹി, അഹമ്മദാബാദ് എന്നീ സ്ഥലങ്ങളിലടക്കം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിവിധ നഗരങ്ങളിൽ അതിശക്തമായ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും നടത്തുവാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും അത്തരമൊരു ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരനാണ് പിടിയിലായ അഹമ്മദ് മുഹിയുദ്ദീൻ സയ്യിദുമെന്നാണ് വിവരങ്ങൾ. ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറസ്വാൻ പ്രവിശ്യയുമായി ബന്ധമുള്ള അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരനായ അബു ഖദീജയുമായി സയ്യിദ് ബന്ധപ്പെട്ടിരുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളും 2 ഗ്ലോക്ക് പിസ്റ്റളുകൾ, ഒരു ബെററ്റെ, 30 ലൈവ് കാർട്രിഡ്ജുകൾ, റൈസിൻ എന്ന വിഷവാതകം വേർതിരിച്ചെടുക്കുന്ന 4 കിലോ ആവണക്കെണ്ണ എന്നിവയെല്ലാം പാകിസ്ഥാനിൽ നിന്നും എത്തിച്ചതാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യം എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന് സമമാണോ എന്ന് ആശങ്കപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം മനസാക്ഷിക്കുത്തില്ലാതെ മാതൃരാജ്യത്തെ തീവ്രവാദികൾക്ക് ഒറ്റുകൊടുക്കാൻ വെറിപൂണ്ട് നടക്കുന്ന അണലി സന്തതികൾ നമ്മുടെ നാട്ടിൽ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ രാജ്യത്തിനു വേണ്ടിയും ഭരണാധികാരികൾക്ക് വേണ്ടിയും സേനാംഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. വാർത്തയിലെ സത്യങ്ങളുമായി ഇനി അടുത്തയാഴ്ച.